MDMA എന്ന് കരുതി കൽക്കണ്ടം പിടികൂടിയതിനാൽ 2 യുവാക്കൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് 150 ദിവസമാണ്. കാസർഗോഡ് മാലക്കല്ല് 18 മൈൽ ചെരമ്പച്ചാൽ ഞരളാട്ട് ബിജു മാത്യു, കണ്ണൂർ വാരം നന്ദനത്തിലെ മണികണ്ഠൻ എന്നിവർക്കാണ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം ബിജുവിനും മണികണ്ഠനും തുണയായില്ല. കൽക്കണ്ടപ്പൊടി MDMA ആണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് പിടികൂടിയപ്പോൾ നിരപരാധികളായ ഇരുവർക്കും ജയിലിൽ കിടക്കേണ്ടി വന്നത് 150 ദിവസങ്ങളാണ്. ബസ് ഡ്രൈവറായിരുന്നു ബിജു. സുഹൃത്ത് മണികണ്ഠനും കണ്ടെയ്നറിൽ ഡ്രൈവർ ജോലി ഒഴിവുണ്ടെന്നറിഞ്ഞ് കഴിഞ്ഞ വർഷം നവംബർ 25 രാത്രി കോഴിക്കോട്ടെത്തി. ലോഡ്ജിൽ മുറിയെടുത്ത് തങ്ങിയ ഇരുവരും പിറ്റേന്നു രാവിലെ ചായ കുടിക്കാനായി പുറത്തിറങ്ങി. പെട്ടെന്നാണ് മയക്കുമരുന്ന് പിടിക്കുന്ന ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങൾ മഫ്തിയിലെത്തി ദേഹപരിശോധന നടത്തിയത്. മണികണ്ഠന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും പ്ലാസ്റ്റിക് കടലാസിൽ പൊതിഞ്ഞ 60 ഗ്രാം തൂക്കമുള്ള പൊതി കണ്ടെത്തി. MDMA ആണെന്ന് പറഞ്ഞ് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തു. കുട്ടികൾക്ക് കൊടുക്കാനായി വാങ്ങിയ കൽക്കണ്ടപ്പൊടിയാണെന്ന് പറഞ്ഞെങ്കിലും ചെവികൊള്ളാൻ പോലീസ് തയ്യാറായില്ല. പോകുന്ന സമയത്ത് മംഗലാപുരത്ത് നിന്ന് ഒരു 100 ഗ്രാം കൽക്കണ്ടം വീട്ടിലേക്ക് വേണ്ടിയിട്ട് മണികണ്ഠൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം ഞങ്ങൾ രാത്രിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതിൽ നിന്ന് ഓരോ കഷ്ണം എടുത്ത് കഴിച്ചതും കൂടിയാണ്. ഈ സാധനം അവൻ്റെ കീശ തന്നെ ഉണ്ട്. ഞങ്ങൾ രാവിലെ വന്നിട്ട് കുളിച്ച് ഫ്രഷായി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഡാൻസ് ഓഫ് സ്ക്വാഡ് ഞങ്ങളെ വളഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളെ പിടിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ സ്ക്വാഡാണ്, നിങ്ങളുടെ എന്താ ഉള്ളത് ചോദിച്ചു. ഞങ്ങളുടെ ഒന്നുമില്ല പറഞ്ഞു. അപ്പോൾ ഇവർ എൻ്റെ ദേഹം പരിശോധിച്ചു. എൻ്റെ ഒന്നുമില്ല. അവൻ്റെ കീശയിൽ ഞങ്ങൾ ആ മേടിച്ച് 100 ഗ്രാം കൽക്കണ്ടത്തിൻ്റെ ബാക്കി കഴിച്ചതിൻ്റെ ബാക്കിയുള്ള 58 ഗ്രാം ആ സാധനം അവർ പിടിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോയി തങ്ങളുടെ രക്തപരിശോധന നടത്തണമെന്ന ആവശ്യവും നിരാകരിച്ചു. രക്തസമ്മർദ്ദം കുറഞ്ഞ് അപസ്മാരമുണ്ടായ മണികണ്ഠൻ 5 ദിവസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വടകര കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡ് ചെയ്തു. ജാമ്യമില്ലാത്ത കേസായതിനാൽ ജയിൽവാസം തുടരേണ്ടി വന്നു. ഏപ്രിൽ 24 രാസപരിശോധനാ ഫലം പുറത്തുവന്നപ്പോഴാണ് പിടികൂടിയത് കൽക്കണ്ടമാണെന്ന് അധികൃതർക്ക് മനസ്സിലായതും തുടർന്ന് ഇരുവരും കുറ്റവിമുക്തരാക്കിയതും. സത്യം തെളിഞ്ഞെങ്കിലും ജോലി നഷ്ടമായ ഇരുവരും പുതിയ ജീവിതമാർഗം തേടുകയാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.